ഓക്കെ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് പുതിയ വീഡിയോ ഒന്നും കാണാൻ. അപ്പോൾ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് റഷ്യയിലോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ സാഹചര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം -10 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്. ജസ്റ്റ് ഞാൻ ആദ്യം അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ക്ലൈമറ്റിൻ്റെ സിറ്റുവേഷൻ. വണ്ടിയുടെ മുകളിൽ ഏകദേശം കുറച്ച് മഞ്ഞൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കേട്ടോ. മഞ്ഞ് വീഴ്ച ഇപ്പം നിലവിൽ നിന്നിട്ടുണ്ട്, ഇപ്പോൾ കുറവാണ്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നൊക്കെ ആയിരിക്കും സ്നോഫോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറാണ് ഇപ്പോൾ നിലവിൽ. നല്ല അടിപൊളി ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് വരാം. അതായത് ഇപ്പോൾ നിലവിൽ കിട്ടിയ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു റൂമർ കേട്ടതാണ്. ഇവിടുത്തെ വാറും കാര്യങ്ങളും അവസാനിക്കാൻ പോവുകയാണെന്നുള്ളൊരു റൂമർ കേട്ടിട്ടുണ്ട്. അപ്പോൾ മേ ബി അത് അവസാനിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടും. പിന്നെ പഴയതിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരിക്കും ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട്, മേ ബി അത് അവസാനിച്ച് കഴിഞ്ഞാൽ. പിന്നെ അതുമാത്രമല്ലാണ്ട് ഇവിടുത്തെ റൂബിൾസിൻ്റെ മൂല്യം നേരത്തെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വളരെ ഒരു നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് വളരെ ഒരു നല്ലൊരു ബെനിഫിറ്റാണ് നേരത്തെ കാലം. അതായത് ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ 1,00,000 രൂപ നാട്ടിലോട്ട് അയച്ചു കഴിഞ്ഞാൽ 85 രൂപ ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇവിടുത്തെ റൂബിൾസിന് എമൗണ്ടും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരാൻ നിൽക്കുന്നവർക്കും പിന്നെ ഇവിടെ നിലവിൽ ജോലി ചെയ്യുന്നവർക്കും നല്ല ഒരു ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമാത്രമല്ലാണ്ട് ഇവിടെ ഇപ്പോൾ അതായത് ഒരു സിം എടുക്കണമെങ്കിൽ പോലും കുറച്ചധികം ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു ഫോറിൻ സിറ്റിസണ് ഇവിടെ സിം എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പാസ്പോർട്ട് മാത്രം വെച്ച് സിം എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ സിം എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ അത് നമ്മൾ കൊണ്ടുപോയിട്ട് സ്നീൽസ്, അതായത് മൈ ഡോക്യുമെൻറ്റിൽ പോയിട്ട് സ്നീൽസും കാര്യങ്ങളൊക്കെ എടുക്കുക. അതിന് ശേഷം സ്നീൽസ് എടുത്തിട്ട് നമ്മൾ സ്പെർ ബാങ്ക് അല്ലെങ്കിൽ BTB ബാങ്കിൽ പോയിട്ട് നമ്മൾ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് നമുക്ക് സിമ്മും കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ വരെയും സ്നീൽസ് എടുക്കാത്തവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ്. ജസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ജസ്റ്റ് മൈ ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. യാൻഡെക്സ് മാപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യാത്തവർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കാലം സംബന്ധിച്ച് ഇങ്ങോട്ട് ഇപ്പോൾ എത്തിപ്പെടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നേരത്തെ നമുക്കൊരു 1 മാസം 1.5 മാസം കൊണ്ടൊക്കെ എത്തിപ്പെടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം വെയിറ്റ് ചെയ്യുക. അതായത് ഈ രാജ്യത്തോട്ട് നിങ്ങൾക്ക് വന്ന് ജോലി ചെയ്യണം എന്ന ആത്മാർത്ഥമായിട്ട് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളവർ വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങളൊന്നും നമ്മുടെ ആരുടെയും കയ്യിലല്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഡിലേ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്കിവിടെ എത്താൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ ഈ അടുത്തും കൂടെ കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ, ടൂറിസ്റ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് വിസയിലോട്ട് മാറ്റാൻ പറ്റില്ല. നമ്മളൊരു പ്രോഗ്രാമിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം വേറൊരു പ്രോഗ്രാമിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഒരു നിയമമാണ്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് എന്നെ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി കുറച്ച് ക്ലയൻറ്റ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ ജസ്റ്റ് ഓസോൺ എന്ന് പറഞ്ഞിട്ട് ഒരു വെയർ ഹൗസാണ്. ഈ ഓസോൺ എന്ന് വെയർ ഹൗസ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഫ്ലിപ്കാർട്ട് അതുപോലെ ആമസോൺ അതുപോലത്തെ ഒരു കമ്പനിയാണ് ഇവിടെ ഓസോൺ. ഓക്കെ, അതിന് ഓൺലൈൻ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഡയറക്റ്റ് വിസ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ഏജൻസികൾ ചെയ്യുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്ന രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടൂറിസ്റ്റ് വിസ നമുക്ക് ക്ലയൻസിന് കൊടുക്കും. അതിന് ശേഷം ഇവിടെ വന്നിട്ട് അവർ 3 മാസത്തിനുള്ളിൽ വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അത് ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ, ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്ന് കൊണ്ടുവന്ന് ഒരു ഹോസ്റ്റലിൽ താമസിപ്പിച്ച് അവർ ആ ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും, അവർക്ക് പുറത്തു പോലും പോകാൻ പറ്റില്ല. വിസ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇവിടെ ഈ അടുത്ത് വിസ തീർന്നിട്ട് പിടിച്ച പിള്ളേരെ 4 ദിവസം സ്റ്റേഷനിൽ കിടത്തിയിട്ടൊക്കെയാണ് ഡീപ്പോർട്ട് ചെയ്തത്, മനസ്സിലായി. അപ്പോൾ അങ്ങനെ മാക്സിമം വിസ തീർന്ന ആൾക്കാർ ഇവിടെ നിന്ന് പോകണമായിരിക്കും നല്ലത്. കാരണം ഇവിടെ ഇല്ലീഗലായിട്ട് നിൽക്കാൻ ശ്രമിക്കരുത്. പിന്നെ ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുവന്നിട്ട് വർക്ക് വിസയിലോട്ട് മാറ്റാൻ പറ്റില്ല. ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലീഗൽ വിസ എന്ന് പറഞ്ഞാൽ പിന്നെ 1 ഇയർ വിസയാണ്. അത് നമുക്ക് 3 മാസത്തെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടാണ് ഇവിടെ വന്ന് പിന്നെ പുതുക്കണത്. അതാണെങ്കിൽ പിന്നെയും ജെന്യൂനാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ഏജൻസിയായിട്ട് സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ച് എല്ലാം വ്യക്തത വരുത്തിയതിന് മാത്രം നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക. ഇവിടെ ഇതിന് മുന്നേ വന്ന ഒരാളുടെ കോൺടാക്ട് നമ്പർ മേടിച്ച് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളിവിടെ വന്നാൽ മതി. എനിക്ക് അത്രയാണ് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര്, ഇപ്പോൾ ഇഷ്ടംപോലെ പേര് ഇങ്ങോട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കൂടുതലും യൂറോപ്പിൽ പോകാൻ ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, 12 മണിക്കൂർ ജോലി ഉണ്ടാവും, ഹാർഡ് വർക്ക് ആയിരിക്കും. ഇതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളവർ മാത്രം നിങ്ങൾ ഈ രാജ്യം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിലവിൽ ഇപ്പോൾ റൂബിൾസിന് മൂല്യം കൂടിയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്ക് എന്തുകൊണ്ടും അത് നല്ലൊരു ബെനിഫിറ്റാണ്. ഇവിടെ ജോലി ചെയ്യണവർക്ക് എന്തായാലും നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് എനിക്കിട്ടൊരു ഇൻഫർമേഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു 3 മാസത്തെ ടൂറിസ്റ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ 3 മാസം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 90 ദിവസത്തെ വിസയാണ് കിട്ടിയെങ്കിൽ നമുക്കിവിടെ ലീഗലി നിൽക്കാൻ പറ്റുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. അതിനുള്ളിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. അതെനിക്ക് ജസ്റ്റ് കിട്ടിയൊരു ഇൻഫോർമേഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ അടുത്ത ഇൻഫർമേഷൻ എന്തായാലും പുതിയത് വരുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ സമ്മർ വരുമ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പുതിയത് വരും. 2 മാസം കഴിഞ്ഞാൽ സമ്മർ ആവും. ഇപ്പോൾ നിലവിൽ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ജോലി സാധ്യതകൾ കുറവാണ്. നേരത്തെ അപേക്ഷിച്ച് നല്ല കുറവാണ് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈം ആകുമ്പോൾ പയ്യെ സമ്മറിലോട്ട് കിടക്കും. അങ്ങനെ ആ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഇവിടെ പുതിയതായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.